ഹായ് ഹലോ നമസ്കാരം. അമൃതാസ് മൾട്ടിക്കോട്ടിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ചെറുപയർ പരിപ്പ് വെച്ചിട്ട് നല്ലൊരു അശോക ഹൽവയാണ്. എളുപ്പമാണ്, വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് എളുപ്പം ചെയ്തെടുക്കാൻ പറ്റുന്നൊരു സ്വീറ്റാണ്. ചിങ്ങം തുടങ്ങിയിട്ടുണ്ട്, ഇനി മധുരത്തിൻ്റെ കാലമാണ്. അതിലേക്ക് ആദ്യമായിട്ട് ഞാൻ ഒരു ഹൽവ ചെയ്യാണ്. ഇതിലേക്ക് 1 കപ്പ് ചെറുപരിപ്പ് ഞാനൊരു കപ്പിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് 2-3 പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുക്കണം. നന്നായിട്ട് വെള്ളമൊഴിച്ച് കഴുകിയതിന് ശേഷം നമുക്ക് ഈ വെള്ളം വാലാനായിട്ട് ഒരു അരിപ്പയിൽ വെച്ച് കൊടുക്കണം. ഒരു 10 മിനിറ്റ് സമയം ഇതൊന്ന് മാറ്റി വയ്ക്കാം. വെള്ളം നന്നായിട്ടൊന്ന് വാർന്ന് കിട്ടണം. അതിനുശേഷം നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഈ ചെറുപയർ പരിപ്പ് അതിലിട്ട് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഡ്രൈ ഫ്രൈ ചെയ്തെടുക്കണം. അതിലേക്ക് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം വാർന്ന് കിട്ടിയ ചെറുപയർ പരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഫ്ലെയിം ലോയിൽ തന്നെ ആയിരിക്കണം. ഇപ്പോൾ പരിപ്പിലേക്ക് കുറച്ച് ഈർപ്പമൊക്കെ ഉണ്ട്, അത് പതുക്കെ മാറി വരും. എന്നിട്ട് നല്ലൊരു മണം വരുന്നത് വരെ, ഇതിൻ്റെ കളറൊന്ന് മാറി കിട്ടുന്നവരെ നമുക്കൊന്ന് വറുത്തെടുക്കണം. കണ്ടോ, നന്നായിട്ട് വറന്ന് വന്നിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്, ചെറുതായിട്ട് കളറും മാറിയിട്ടുണ്ട്. ഇത്രയും മതിയാകും. നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്ത ചെറുപയർ പരിപ്പ് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. 1 കപ്പ് ചെറുപയർ പരിപ്പാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അതിലേക്ക് ഒരു 3.5 കപ്പ് വെള്ളം ചേർത്തിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3 അല്ലെങ്കിൽ 4 വിസിൽ വരുന്നവരെ നന്നായിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. മൂന്നര മുതൽ 4 കപ്പ് വെള്ളം വരെ ചേർക്കാം. വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് സ്പാറ്റില വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടിയിലൊന്നും പറ്റി പിടിക്കാതിരിക്കാനാണിത്. എന്നിട്ട് നമുക്ക് സ്റ്റൗവിൽ വെച്ചിട്ട് ഒരു 3 വിസിൽ വരെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. പ്രഷർ കുക്കറിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. സ്റ്റീമൊക്കെ നന്നായി പോയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. കണ്ടോ, ചെറുപയർ പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു സ്മാഷർ വെച്ചിട്ട് നന്നായിട്ട് സ്മാഷ് ചെയ്തെടുക്കേണ്ടതുണ്ട്. നന്നായിട്ട് വെന്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് സ്മാഷായി വരും. കണ്ടോ, ഈ പരുവത്തിനാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അതേ പാൻ ഞാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് ചൂടായി വരുന്ന സമയത്ത് 1 പിടി കാഷ്യൂ നട്ട്സ് അതിലിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്ത് മാറ്റി വയ്ക്കാം. നമ്മൾ ചേർത്ത് കൊടുത്ത കാഷ്യൂ നട്ട്സ് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് വേറൊരു ബൗളിലേക്ക് ഇത് മാറ്റി കൊടുക്കാം. ആ നെയ്യിൽ തന്നെ നമ്മൾ നേരത്തെ വേവിച്ച് ഉടച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ പരിപ്പിൻ്റെ മിശ്രിതം ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം മീഡിയത്തിൽ വെച്ചാൽ മതി. എന്നിട്ട് കൈവിടാതെ തന്നെ ഇളക്കി ഇതിൽ വെള്ളമയം ഒന്ന് വറ്റിച്ചെടുക്കണം. ഒരു 10 മിനിറ്റ് സമയം വരെ എടുക്കും. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അടിയിലൊന്നും പറ്റിപ്പിടിക്കാതെ ശ്രദ്ധിച്ച് കൈവിടാതെ തന്നെ നമുക്കത് ഇളക്കി കൊടുക്കേണ്ടി വരും. ഇതാ കണ്ടോ, ഇപ്പോൾ കുറച്ചൊക്കെ വെള്ളം വറ്റിയിട്ടുണ്ട്. സൈഡിലൊക്കെ ഉള്ളത് നമുക്ക് സ്പാറ്റില വെച്ചിട്ട് വടിച്ചിട്ട് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് അടിയിലൊന്നും പിടിക്കാതെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മധുരം ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ മധുരത്തിലേക്ക് ശർക്കര പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് 1 കപ്പ് തന്നെ എടുത്തിട്ടുണ്ട്. പഞ്ചസാരയാണ് ചേർക്കാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ 1/4 കപ്പ് പഞ്ചസാര മതിയാകും. പഞ്ചസാരയ്ക്ക് ചേർക്കുന്ന സമയത്ത് കളർ ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ട് വേണമെങ്കിൽ ആ സമയത്ത് കളർ ചേർക്കാം. ഇപ്പം ഞാൻ കളറൊന്നും ചേർക്കുന്നില്ല, ശർക്കര പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ശർക്കര ചേർക്കുന്ന സമയത്ത് കുറച്ച് ലൂസാവുന്ന പോലെ തോന്നും, എന്നാലും സാരമില്ല, പെട്ടെന്ന് തന്നെ വറ്റി കിട്ടിക്കോളും. ഈ സമയത്ത് നമുക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ
ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അങ്ങനെ പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചതാണ്, അതുകൊണ്ടാണ് ഇത്രയും ക്വാണ്ടിറ്റി കൂടുതൽ. ഏലക്ക മാത്രമാണ് പൊടിച്ചെടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത്രയും വേണ്ട, ഒരു 1/4 ടീസ്പൂണോളം മതിയാകും. ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് യോജിപ്പിച്ചെടുക്കാം. കണ്ടോ, ഇപ്പോൾ ഒന്നും കൂടി വെള്ളം വറ്റിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ നെയ്യ് വീണ്ടും ചേർത്ത് കൊടുക്കാം. കൂടുതൽ നെയ്യൊന്നും ഇതിനാവശ്യമില്ല, ആകെ കൂടി നമ്മൾ 2 ടേബിൾ സ്പൂൺ നെയ്യേ ചേർക്കുന്നുള്ളൂ. ആദ്യം 1 ടേബിൾ സ്പൂൺ കാഷ്യൂ നട്ട്സ് വറുക്കാൻ വേണ്ടിയും, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 1/2 ടേബിൾ സ്പൂൺ വീണ്ടും ഒരു 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഏകദേശം റെഡിയായി വരാറായി. വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അവസാനം നമ്മൾ ഒഴിച്ചു കൊടുത്ത നെയ്യൊക്കെ പുറത്തോട്ട് വരാൻ തുടങ്ങും, ആ സ്റ്റേജ് വരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. കണ്ടോ, നമ്മുടെ അശോക ഹൽവ ഫൈനൽ സ്റ്റേജ് ആയിട്ടുണ്ട്. വറുത്ത് മാറ്റി വെച്ച കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കാം. സ്പാറ്റുലയിലൊന്നും ഒട്ടാതെ വരും, ആ പരുവം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കേണ്ടി വരും. കണ്ടോ, നെയ്യൊക്കെ തെളിഞ്ഞ് വന്നു തുടങ്ങി. ഹൽവ റെഡിയായി, നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. കണ്ടോ, സ്പൂണിൽ നിന്നും എങ്ങനെ ഒട്ടാതെ വീഴുന്നു കണ്ടോ. കഴിക്കാനും അതെ, നാവിലിട്ടാൽ അലിഞ്ഞ് അങ്ങ് ഇറങ്ങിക്കോളും, അത്ര സ്വാദാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ലൊരു ഐറ്റമാണ്. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി ഇതുപോലെ നല്ല ഒരു വിഭവമായിട്ട് കാണുന്നത് വരെ നന്ദി, നമസ്കാരം.